പൊതുവെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോൺസ്പിറസി തിയറികളൊക്കെ ഇങ്ങനെ ഉയർന്നു വരും. അത് എന്ത് സംഭവമാണെങ്കിലും അത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾക്കാണ് കൂടുതലും ഗൂഢാലോചന സിദ്ധാന്തം എന്നൊക്കെ പറയാവുന്ന ആ ഒരു സംഗതിക്കാണ് കൂടുതലും പ്രചാരം ലഭിക്കുക. പലപ്പോഴും ഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു വിശകലനവും അവലോകനവും ഒക്കെ അതിൽ പൊതുവെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ സമീപത്ത് നടന്നിരിക്കുന്ന വിഷയം സാക്ഷാൽ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും തടവ് ചാടുകയും പിന്നീട് സമീപത്ത് നഗരത്തിൽ കണ്ണൂർ നഗരത്തിന് സമീപത്ത് തന്നെ വെച്ച് അയാളെ വീണ്ടും പിടികൂടുകയും ഒക്കെ ചെയ്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട നിരവധി കോൺസ്പിറസി തിയറികളൊക്കെയാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ PV അൻവർ സാഹിബ് തന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുറെ ഡ്രമ്മൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ ഒരു ഡെമോ ഒക്കെ കാണിച്ച് ഇങ്ങനെ ആയിരിക്കാം രക്ഷപ്പെട്ടത്, കമ്പിയിൽ ഉപ്പ് തേക്കുന്ന പോലുള്ള പരിപാടികളൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വിദഗ്ധർ ഉൾപ്പെടെ ഇതിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാർ അതിൽ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആദ്യഘട്ടമായി അയാളെ ജയിൽ മാറ്റിയിരിക്കുന്നു, വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഡ്യൂട്ടിയിൽ ചില വീഴ്ചകൾ വരുത്തി എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജയിൽ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വസ്തുതകൾ പഠിക്കാനും അത് കൂടുതൽ കർശനമാക്കാനും ഒക്കെയുള്ള നടപടികൾ സർക്കാർ സൈഡിൽ നിന്ന് ആരംഭിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ വിഷയം അതല്ല. ഇവിടെ മറ്റൊരു വീഴ്ച കൂടി യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾ പോലും അത് ആ രീതിയിൽ കാണുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. അതായത് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി കണ്ണൂർ നഗരത്തിനടുത്തുള്ള തളാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു കിണറിൽ വെച്ചാണ് വീണ്ടും പോലീസിന്റെ പിടിയിലാവുന്നത്. എന്തായാലും ഇയാളെ കാണാതായി എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അതിന്റെ CCTV ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും അതുപോലെ തന്നെ നഗരത്തിലെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതായത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ നിരീക്ഷണത്തിലാക്കുകയും മരിച്ചു പെറുക്കുകയും ഒക്കെ ചെയ്തു. ഒപ്പം തന്നെ പൊതുജനങ്ങളും ഇത്തരത്തിൽ വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നുള്ള സന്ദേശങ്ങൾ നൽകുകയും മാധ്യമങ്ങൾ ഇക്കാര്യം വളരെ വിശദമായി തന്നെ തത്സമയം റിപ്പോർട്ട് ചെയ്തു തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെയാണ് വീണ്ടും ഈ ഗോവിന്ദച്ചാമി പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്ന സമയത്ത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ആദ്യം തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഗോവിന്ദച്ചാമി ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള തരത്തിലൊരു ചില ദൃക്സാക്ഷി മൊഴികളൊക്കെ ലഭിക്കുകയും ചില വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ഒരു കിണറിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉള്ളതായി വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തുകയും ഈ വ്യക്തിയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുകയും ഇത് ഗോവിന്ദച്ചാമി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇയാൾ അവിടെ വന്ന് വലിച്ചു കയറ്റുന്നത്. അതായത് യാദൃശ്ചികമായി ഇയാളെ പിടികൂടിയതല്ല, കൃത്യമായ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും ആ കിണറിൽ നിന്നും വലിച്ചു കയറ്റും. ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി, പ്രത്യേകിച്ച് ജയിലിനകത്ത് തന്നെ ഒരു ഹാക്സോ ബ്ലേഡ് പോലുള്ള ഒരു ആയുധം സംഘടിപ്പിച്ച് ജയിലഴികൾ മുറിച്ചു മാറ്റുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ കുപ്രസിദ്ധമായ വളരെ ക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുള്ള ഒരു പ്രതി, ഒരു കൺവിക്റ്റ്, അയാളെ വലിച്ചു കയറ്റുന്നത് ഒരു ആൾക്കൂട്ടത്തിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളെ കിണറിനകത്ത് നിന്നോ അതല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വഴിയോ ഒരു ആയുധം കരുതിയിരുന്നു. കിണറിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ഉടനെ തന്നെ ആ ആയുധം ഉപയോഗിച്ച് അവിടെയുള്ള ഒരാളെ ആക്രമിച്ചു എന്നിരിക്കുക, ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ പോലീസ് അവിടെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഈ പ്രതിയെ കിണറിൽ നിന്നും വലിച്ചു കയറ്റുന്നതിന് മുമ്പായി തന്നെ ഒരു നിശ്ചിത പെരിമീറ്ററിൽ, നിശ്ചിത ഒരു അകലത്തിൽ പൊതുജനങ്ങളെ മാറ്റി നിർത്തേണ്ടതായി ഉണ്ടായി. അതിനുശേഷമാണ് ഇയാളെ വലിച്ചു കയറ്റേണ്ടിയിരുന്നത്. വലിച്ചു കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമായിരുന്നു? ദേഹപരിശോധന നടത്തണമായിരുന്നു. അതായത് ഇയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണമായിരുന്നു ഇയാളെ വാഹനത്തിനകത്തേക്ക് കയറ്റി. ഇത് സംബന്ധിച്ച് ഇത്തരം ദേഹപരിശോധന നടത്തുന്നത് സംബന്ധിച്ച് CRPCയിലൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണ്. എവിടെയും പോലീസ് ഒരു ദേഹപരിശോധന നടത്തുന്നില്ല.
കൈവശം ഒരു ആയുധം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആയുധം ഉപയോഗിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഓടുന്ന വാഹനത്തിൽ വെച്ച് ആക്രമിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതിലും ഏറ്റവും പ്രധാനം സമീപത്ത് കൂടിയിരുന്ന കിണറിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ പോലീസിനെ ഇയാൾ ആക്രമിച്ചെങ്കിൽ എന്ന് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ നിശ്ചിത ദൂരത്തേക്ക് പൊതുജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ മാറ്റി നിർത്താനും പോലീസിന് കഴിഞ്ഞില്ല. ഇനി യാദൃശ്ചികമായി ഇയാളെ പിടിച്ചതാണെങ്കിൽ പൊതുജനങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുന്നതിന് ഒരു തടസ്സം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പോലീസിന് വാദിക്കാം. എന്നാൽ ഇവിടെ കൃത്യമായി ഒരു കിണറിനകത്ത് ഇയാൾ കയറിയിരിക്കുകയായിരുന്നു. ആ കിണറിനകത്ത് നിന്ന് ഇയാൾ വലിച്ചു കയറ്റുന്ന ആ ഒരു ഘട്ടത്തിൽ ആളുകളെ മാറ്റാൻ പോലീസിന് കഴിയുമായിരുന്നു. എന്നാൽ അത് പോലീസ് ചെയ്തില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു വശം, ഇത്തരത്തിൽ വലിച്ചു കയറ്റിയ ഈ പ്രതിയെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രതി കൺവിക്ട് കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം അത്രയും കുപ്രസിദ്ധനായ അല്ലെങ്കിൽ ഒരു പൊതുജന രോഷം ഉയർന്ന ഒരു കേസിലെ ഒരു പ്രതിയും ഒക്കെ ആയിരുന്നു ഒക്കെയാണ് ഈ പറയുന്ന കക്ഷി. ഇയാളെ വലിച്ചു കയറ്റുന്ന ഘട്ടത്തിൽ അയാളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടതും പോലീസിന്റെ തന്നെ ഉത്തരവാദിത്തമായിരുന്നു. കാരണം നമുക്കറിയാം, നേരത്തെ ഈ പാലക്കാട് കഴിഞ്ഞ ജനുവരിയിലാണ് ചെന്താമര എന്ന് പറയുന്ന ഈ കൊലപാതക കേസിലെ പ്രതിയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പിന്നീട് അവിടെ കാര്യങ്ങൾ നീങ്ങി. അവിടെ പിന്നീട് ജനപ്രതിനിധികളും അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി ആളുകളെ അനുനയിപ്പിച്ചും പോലീസ് ആക്ഷൻ നടത്തിയും ഒക്കെയാണ് ആളുകളെ പിരിച്ചുവിട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യവും പോലീസ് മുന്നിൽ കാണണമായിരുന്നു. വേണമെങ്കിൽ അധിക ഫോഴ്സിൽ തന്നെ കൊണ്ടുവരണമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരാൾ ഈ പറയുന്ന ഗോവിന്ദച്ചാമി കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മുഖത്തടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഗോവിന്ദച്ചാമി ആക്രമിക്കപ്പെടാനോ അതല്ലെങ്കിൽ തിരിച്ച് ഗോവിന്ദച്ചാമി തന്റെ ഒരു ആയുധം ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഈ തരത്തിൽ നോക്കിയാൽ നമ്മുടെ പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രോട്ടോകോളുകളോ അല്ലെങ്കിൽ നിയമപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളോ സുരക്ഷയോ മുൻകരുതലുകളോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോ ഇല്ലാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായി ആഭ്യന്തര വകുപ്പും സർക്കാർ പഠിച്ച് ഇത്തരം ഒരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ സേനയ്ക്ക് നൽകേണ്ടതായുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള ഈ കോൺസ്പിറസി തിയറികളൊക്കെ നമുക്ക് തൽക്കാലം വിടാം. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുതകളെ അതെങ്ങനെയാണ് അത് ശരിയാക്കേണ്ടത്, ശരിപ്പെടുത്തേണ്ടത് എന്ന തരത്തിലേക്ക് അതിലേക്കുള്ള നടപടികളാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ജയിൽ വകുപ്പിൽ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ. അതോടൊപ്പം തന്നെ ഇത്തരം കൊടും കുറ്റവാളികളെ പിടികൂടുന്ന ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് നമ്മുടെ പോലീസ് സേന കൂടി ബോധവാന്മാരാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴിവെക്കാൻ സാധ്യതയുണ്ട്.